ഹായ് പ്രിയ കൂട്ടുകാരെ, ഷിജസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹോം മെയ്ഡ് ലിപ് ബാമാണ് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ വിൻ്റർ സീസണൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരുടെയും കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും എല്ലാവരുടെയും ചുണ്ടുകളൊക്കെ പൊട്ടി ഈ കാറ്റ് കാരണം ഡ്രൈ ആയി ചുണ്ടുകളൊക്കെ പൊട്ടും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ലിപ് ബാം തയ്യാറാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കലുകളൊക്കെ ചേർത്തായിരിക്കും ഈ കളറുകളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഒരു കളറും ചേർക്കാതെ കണ്ട് നമ്മൾ വീട്ടിൽ തന്നെ നമ്മളൊരു ബീറ്റ്റൂട്ട് വെച്ചിട്ട് ഒരു ലിപ് ബാം തയ്യാറാക്കാം. നന്നായിട്ട് എന്താ ഡാർക്ക് കളറ്, കുട്ടികളൊക്കെ ഈ കളറ് കണ്ട് തന്നെ എപ്പോഴും വേണേൽ അപ്ലൈ ചെയ്തോളും. ചുണ്ടിലൊക്കെ ഡാർക്ക് കളർ വരുന്നുണ്ടല്ലോ,
അതൊക്കെ മാറിക്കോളും. നല്ല ഒരു 2-3 ദിവസം അടുപ്പിച്ചത് പുരട്ടി കഴിഞ്ഞാൽ ചുണ്ടൊക്കെ നല്ല റെഡിഷ് കളറായിട്ടിരിക്കും. എപ്പോഴും നല്ല റെഡ് കളറായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു ദിവസം പുരട്ടിയാൽ തന്നെ നല്ല വ്യത്യാസം വരും. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ ഈ മഞ്ഞുകാലം നമ്മുടെ ചുണ്ട് പൊട്ടുന്നതൊക്കെ നമുക്ക് തന്നെ അത് തയ്യാറാക്കി ഉപയോഗിക്കാം. നോക്കൂ, ഇപ്പോഴത് ഇപ്പോഴാണ് ആ വെള്ളം തിളച്ചത്. വെള്ളം തിളച്ചതിന് ശേഷം നിങ്ങൾ വെച്ചെടുത്താൽ മതി കേട്ടോ. അന്നേരം അത്രയും സമയം ലാഭമാവും. ഞാനിത് അന്നേരം തന്നെ ആ വെള്ളം വെച്ചപ്പോൾ തന്നെ ആ ജ്യൂസും അങ്ങനെ വെച്ച് കൊടുത്തു. അതാണ് ഇത്രയും താമസിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യണം. നോക്കൂ, ഒരു ബട്ടറിൻ്റെ ഒരു ചെറിയൊരു പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് അലിഞ്ഞ് ചേരട്ടെ. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ചുണ്ടിനൊക്കെ നല്ലതല്ലേ ബട്ടർ പുരട്ടുന്നത്, ചുണ്ട് പൊട്ടുന്നതിനൊക്കെ എപ്പോഴും നല്ല സ്മൂത്തായിട്ടിരിക്കും നമ്മുടെ ചുണ്ട്. അതിലേക്ക് അലിഞ്ഞ് ചേരട്ടെ. അതിലേക്ക് നമുക്ക് 1-2 തുള്ളി ഗ്ലിസറിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 തുള്ളി മതി. ഇനി അതൊന്ന് അതിലേക്ക് ഏതാനും തുള്ളി നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. സ്കിപ്പായിപ്പോയോ? ഞാൻ ആ നാരങ്ങ നീര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 തുള്ളി ഞാൻ അതിലേക്ക് ഒഴിച്ചു. ഇപ്പോഴാണ് നാരങ്ങ എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് നമുക്കൊരു 4-5 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിലെ പതയൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ലേശം കൂടെ ഉണ്ട്. എന്നാലും പതയെല്ലാം വറ്റണം. എങ്കിൽ മാത്രമേ നമുക്കത് ശരിയായി കിട്ടുകയുള്ളൂ. ഇത് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം തയ്യാറാക്കിയതിന് ശേഷം നല്ലപോലെ ടൈറ്റായിട്ട് അടച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ചീത്തയാവുകയില്ല. നോക്കൂ, അതെല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളത് സ്റ്റവിൽ നിന്ന് മാറ്റി നമ്മൾ ഇനി ടേബിളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1, 2, 3, 4 തുള്ളി വിറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വിറ്റമിൻ ഇ ഓയിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലിസറിനാണ്, ഒരു ലേശൻ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്താ, വേഗമാകട്ടെ, തേനാണ്. ഒരു തുള്ളി തേനാണ് ചേർത്തിരിക്കുന്നത്. അത് അങ്ങോട്ട് വീഴുകയില്ല. അത് നമുക്ക് ഇങ്ങോട്ടിട്ട് റെഡിയാക്കി എടുക്കാം. നോക്ക്, ആ സ്പൂണിൽ നിന്നും വരികയില്ല. ഒരു തുള്ളി മതി. അത് കൂടുതലൊന്നും വേണ്ട, ഒരു തുള്ളി മതി. അതിന് ശേഷം നമുക്ക്
അലോവേര ജെല്ല് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫ്രഷ് ഉണ്ട്, പക്ഷേ നമ്മൾ ഫ്രഷ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അലോവേര ജെല്ല് വാങ്ങിയിട്ടുണ്ട്. അതൊരു 1.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ഫ്രീസറിലാണ് സൂക്ഷിക്കുക കേട്ടോ. നേരത്തെ തയ്യാറാക്കിയത് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് എനിക്ക് ഇത് ഒരു 4-5 മാസത്തോളം ഞാനത് യൂസ് ചെയ്ത്. പക്ഷേ യാതൊരു സ്മെല്ലോ ഒരു വ്യത്യാസവും വന്നില്ല. നല്ല നീറ്റായിട്ടിരിക്കുക. അത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ അതെടുത്ത് ഞാൻ പുറത്ത് വയ്ക്കും. അതത്ര അങ്ങോട്ട് തണുപ്പായിട്ട് നമുക്ക് അത് കല്ല് പോലൊന്നും ആവില്ല. അത് ഐസായിട്ടൊന്നും ഇരിക്കുകയില്ല. അത് അതേപോലെ തന്നെ നമുക്കൊരു ജസ്റ്റ് നമ്മുടെ ബോട്ടിലിൻ്റെ പുറം ഒന്ന് തണുപ്പ് പിടിക്കുമെന്നേ ഉള്ളൂ. നല്ല നീറ്റായിട്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. അന്ന് തയ്യാറാക്കിയത് ഇപ്പോഴും ഞാനതാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഒന്നുകൂടെ തയ്യാറാക്കിയത്. അവൾക്കും ഇഷ്ടമാണിത്. അവൾ അല്ലാതെ ഉള്ള ഒന്നും യൂസ് ചെയ്യത്തില്ല. ഇതൊക്കെയാണെങ്കിൽ യൂസ് ചെയ്യും. ഇതിപ്പോൾ ഇത്രയും കളറും കൂടെ ആയപ്പം കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ് ഇത്രയും കളറൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ നല്ല ഒരു ജാറിനകത്താക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയാൽ ഇത് നല്ല കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഇത് ലിക്വിഡ് ഫോമിലിരിക്കുന്നെങ്കിലും നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അത് കട്ടിയായിട്ട് വന്നോളും. ഇനി ഞാനിത് ഒരു ചെറിയൊരു ജാറിലേക്ക് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം തന്നെ കണ്ടില്ലേ എത്രയും കട്ടിയുണ്ട്. കുറച്ച് അലോവേര ജെല്ലും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ കട്ടിയായിക്കോളും. അതിൻ്റെ ആവശ്യമില്ല. കൂടുതൽ കട്ടിയായാലും പിന്നീട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഇതായിട്ട് മാറും. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ അതങ്ങ് കറക്റ്റ് ഫോം ആയിക്കോളും. ഈ തീരെ ചെറിയ ജാറൊന്നുമില്ല, ഇത്തിരി വലിപ്പമുണ്ട് എന്നാലും അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മളിത് ഒരു 10 മിനിറ്റിന് അരമണിക്കൂറിന് ശേഷം ഞാനത് അപ്ലൈ ചെയ്ത് കാണിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നോക്കൂ എത്ര മനോഹരമായിട്ടുണ്ടോ എന്ന് നോക്കൂ ഈ ഒരു ലിപ് ബാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ. താങ്ക് യു.